Celluloid Film Magazine. ഒഫീഷ്യലായുള്ള ചടങ്ങുകളിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. ദക്ഷിണകാശി പ്രൊഡക്ഷൻസിൻ്റെ ഏറ്റവും പുതിയ ചിത്രം, മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച ഹരിനാരായണൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രം. നന്ദുണി, നീലാംബരി, നോട്ടി പ്രൊഫസർ, എരിപ്പാട് തുടങ്ങിയ സിനിമകൾ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ. അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ മലയാള സിനിമയിലേക്ക് പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ദക്ഷിണകാശി പ്രൊഡക്ഷൻസ്. സുജീഷ് മോൻ എന്ന പുതിയൊരു പ്രൊഡ്യൂസർ കൂടി മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നു. ഒരു കൈയ്യടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ സ്വാഗതം ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഒഫീഷ്യൽ ചടങ്ങിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഭദ്രദീപം തെളിച്ചുകൊണ്ട് നമ്മൾ ഒഫീഷ്യൽ ചടങ്ങ് നമ്മൾ തുടങ്ങുകയാണ്. അതിന് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ, പ്രൊഡ്യൂസർ, അതുപോലെ തന്നെ പ്രൊഡ്യൂസറിൻ്റെ 2 അമ്മമാരും, അവരെയൊക്കെ ഞാനൊന്ന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുരേന്ദ്രനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, ജാഫർക്കയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്കൂളിൻ്റെ നമുക്ക് സമ്മാനിച്ച, നമുക്ക് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കി തന്ന ഇതിൻ്റെ ഇവിടുത്തെ ഫാദർ മിഥുൻ, അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ക്യാമറമാൻ ഇതിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ഇവരെയൊക്കെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സുജീഷേട്ടൻ്റെ അമ്മയും അതുപോലെ തന്നെ ചേച്ചിയുടെ അമ്മയും ഞാനൊന്ന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെയധികം സന്തോഷം ഇങ്ങനൊരു ഒക്കേഷനിൽ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു എന്താ പറയുക, ഏറ്റവും സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത്. അതിന് അവസരം ഒരുക്കി തന്ന ദൈവത്തിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. അതുപോലെ യാദൃശ്ചികമായി പരിചയപ്പെട്ട മോളെ കുഞ്ഞാപ്പിള, ഞങ്ങൾ കുഞ്ഞാപ്പിള എന്നാണ് വിളിക്കുന്നത്, കാശ്മീര, അവളുടെ മോളുടെ കൂടെ സുജീഷിനെ പരിചയപ്പെടുന്നു. അങ്ങനെ ഒരു പ്രൊജക്റ്റായിട്ട് മാറുന്നു. അതിൻ്റെ ഇടയിൽ ജാഫർക്കയോട് സംസാരിച്ചതിന് ശേഷം ഈ പ്രൊജക്റ്റിന് ജീവൻ വയ്ക്കുന്നു. പിന്നെ നമ്മുടെ ഗോപിയേട്ടനും കൂടി വന്നിരുന്ന് സ്ക്രിപ്റ്റ് ചെയ്ത് അദ്ദേഹം 2 പേരും കൂടി സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ അത് നല്ലൊരു വ്യക്തറുപ്പുള്ളൊരു തിരക്കഥയായിട്ട് മാറി. ഇപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ക്രൂവിനെയും ഏറ്റെടുത്തുകൊണ്ട് നമ്മളിതാ അത് തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. ഇനി എല്ലാവരും കൂടി നമ്മളുടെ കൂടെ നിന്ന്, ഓരോരുത്തരും എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും നമ്മുടെ കൂടെ നിന്ന് അത് വൻ വിജയമാക്കി തരിക. ഇത് നമ്മുടെ സിനിമയാണ്, എല്ലാവരുടെയും സിനിമയാണ്, ഒരാളുടെ ഒറ്റയ്ക്കല്ല, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവുക. ഇന്ദ്രൻസേട്ടൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ദ്രൻസേട്ടനും പ്രത്യേക നന്ദി, ജാഫർക്കയ്ക്ക് സ്പെഷ്യൽ നന്ദി.
വളരെ നല്ലൊരു പോസിറ്റീവായിട്ടൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഈ വേഴാമ്പലുണ്ടല്ലോ, മഴയ്ക്ക് കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയാണ് നമ്മുടെ പ്രേക്ഷകർ. നല്ല സിനിമകൾ വന്നാൽ രണ്ട് കൈയും നീക്കി തിയേറ്ററിൽ പോയി കാണാൻ അവർ വളരെ തയ്യാറാണ്. അത്തരൊരു അവസരമാണ് ഇപ്പോൾ അതൊരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല സിനിമകൾക്ക് എപ്പോഴും പ്രേക്ഷകരുണ്ടായിരിക്കും, മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ ഈ സിനിമ ഒരു നല്ല സിനിമയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഹരിയുടെ കൂടെ രണ്ടാമത്തെ സിനിമയാണ്, ഊട്ടി പ്രൊഫസറിലും ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഈ സുജീഷിൻ്റെ ഒരു ചിന്തയാണ്, ഒരു മകളെ സിനിമയിൽ അഭിനയിപ്പിക്കണം എന്നുള്ള ചിന്തയാണ്. അതിനാണ് ഒരു യാത്ര തുടങ്ങുന്നത്. ഒരു യാത്രയുടെ ഒരു ഘട്ടമാണിത്. ഇനി സിനിമ ഉണ്ടാകുന്നു, കഥ ഉണ്ടാകുന്നു, തിരക്കഥ ഉണ്ടാകുന്നു, അതിൻ്റെ സംവിധായകർ വരുന്നു, മറ്റേ ടെക്നീഷ്യൻസ് വരുന്നു. അടുത്ത യാത്ര ഇതിൻ്റെ ഷൂട്ടിംഗാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷനാണ് അടുത്ത യാത്ര. യാത്രകളെല്ലാം സുഗമമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. പേരെടുത്ത് എല്ലാവരുടെയും പേര് പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കുന്നില്ല. ഈ ഇരിക്കുന്ന എല്ലാവരും ഈ സിനിമയുടെ ഭാഗമാകുന്നവരാണ്. പിന്നെ കുറച്ച് പ്രൊഡ്യൂസറിൻ്റെ സുഹൃത്തുക്കളെ ബന്ധുക്കളെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ ആളുകളൊക്കെ അതിൽ പോലും ആദ്യം ഞാൻ അന്ന് പറയുന്നത് ഈ സ്കൂളിൻ്റെ ഈ ഇടത്തിൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അച്ഛനെ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യില്ല. കാര്യം വെച്ചാൽ ഇവിടെ എക്സാം കാണുന്നത് എന്നിട്ട് നമ്മൾ കൂടെയും കുറച്ചാണ്ട് ഇവിടെ ചെയ്യാനുള്ള അനുവാദം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ദൈവകൃപ അച്ഛനെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് കിട്ടണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഈ പടം സുജീഷ് പറഞ്ഞത് പെട്ടെന്ന് ഒരു 6 മാസം ഉണ്ടായ പടമാണ്. ഈ സിനിമ വൃത്തിമനായിട്ടൊന്ന് പോയിക്കഴിഞ്ഞാൽ ഇത് ഇറങ്ങിക്കഴിയുമ്പോൾ അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കും. അറിയിക്കുക അതാണ് ഇതിൻ്റെ സംഭവം. മക്കളൊക്കെ ആവശ്യമില്ലാത്ത എന്ത് പറഞ്ഞു വിടുക. സിനിമ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ കണ്ണിൽ പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് ഗോപി എന്ന് പറയുന്ന റൈറ്റർ. എന്തായാലും ഈ സംരംഭം ഒരു വൻ വിജയമാക്കി തീർക്കാൻ തമ്പുരാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, നമുക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. നന്ദി, നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ബാക്കി പറയേണ്ടത് എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മളൊരു ചെറിയ വലിയ പടത്തിൻ്റെ തുടക്കമാണ് അത്. ഇങ്ങനൊരു വിദ്യാലയത്തിൽ വെച്ച് തുടങ്ങണമെന്നുള്ള ആഗ്രഹം തന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. സിനിമകളെല്ലാം വലിയ പ്രതീക്ഷയോടെ തുടങ്ങുന്നതാണ് നമ്മൾ. അത് അണഞ്ഞു പോവാതെ തിയേറ്ററിൽ എത്തുന്നത് വരെയുള്ള ഒരു വലിയൊരു ആദി ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഉണ്ട്, ഒപ്പം ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട്. അവരുടെ നിലനിൽപ്പും അതാണ്. അപ്പോൾ ഇവിടെ ഇന്ന് തീ കൊളുത്തി ആരംഭിച്ച സിനിമ വളരെ വലിയ വിജയമാക്കി ഒരു മുൻപോട്ട് പോകാനുള്ള ഞങ്ങൾക്കൊക്കെ ഒരു ധൈര്യം തരുന്ന ഒരു കഥാപാത്രവും എല്ലാവർക്കും മനസ്സിൽ നിന്നും മായാത്ത സിനിമയായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് പറയാം.